കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ പകലും രാത്രിയും ഇനിയും മഴയുടെ തീവ്രത വർദ്ധിക്കാനാണ് സാധ്യത എന്നതിനാൽ വയനാട്ടിലെ പോലെ ചൂരൽമലയിലേതുപോലുള്ള സമാന ദുരന്തങ്ങൾ ഇനി ആവർത്തിച്ചേക്കുമെന്നും വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടന 1924, 2018 എന്നീ വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നാശം വിധിച്ച മൂന്നാമത്തെ പേമാരിയാണ് വയനാട്ടിൽ പെയ്തത്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ കുരിങ്ങണി മലയിലും ഉരുൾപൊട്ടി 10 തൊഴിലാളികളാണ് കുടുങ്ങിപ്പോയത്. അഗ്നിരക്ഷാ സേന എത്തി അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കൊളുക്കുമല ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളുടെ താഴ്ഭാഗത്തുള്ള കുരിങ്ങിണിയിലെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ഇവർ. 30 വർഷം മുൻപാണ് ഇത്ര ശക്തമായ മഴ ഈ പ്രദേശത്ത് പെയ്തതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മഴയെ തുടർന്ന് മേഖലയിലെ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും തൊഴിലാളികൾ ജോലി സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസും റവന്യൂ അധികൃതരും അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ 6 വരി പാതയിൽ വടക്കാഞ്ചേരി മുതൽ കുതിരാൻ വരെ 11 സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. നാട്ടുകാർ നിരന്തരം പരാതി പറഞ്ഞിട്ടും ദേശീയപാത അതോറിറ്റിയോ നിർമ്മാണ കമ്പനിയോ തിരിഞ്ഞു നോക്കുന്നില്ല. വടക്കാഞ്ചേരി മുതൽ വാണിയമ്പാറ വരെ ദേശീയപാതയോരത്തുള്ള 18 വീടുകൾ അപകട ഭീഷണിയിലാണ്. കാലവർഷക്കാറ്റിന് ശക്തി കുറഞ്ഞെങ്കിലും കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ കന്യാകുമാരിക്ക് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ പലയിടത്തും അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. ഉച്ചവരെ കനത്ത വെയിലും ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി ശക്തമായ മഴയും ഉണ്ടാകും. കാലവർഷത്തിനിടയിൽ തുലാവർഷത്തിന്റെ സ്വഭാവത്തിലാണ് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മലയോര പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് IMD മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴ 4 ദിവസം കൂടി തുടരുമെന്നാണ് നിഗമനം. ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.